ഞാൻ കൊടുത്തിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കൊടുക്കണം. രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണു സുധിയുടെ ഫാദറിനോ, രേണു സുധിയുടെ മദറിനോ, രേണു സുധിയുടെ ചേച്ചിക്കോ, രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. രേണു സുധിയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇഷ്ടദാനമായി കൊടുക്കില്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആരോഗ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഞാൻ കൊടുത്തത്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൻസിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ്. അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അനാഥത്വം? നമസ്കാരം. സുധിയുടെ മരണം സംഭവിച്ചപ്പോൾ ആ രണ്ട് മക്കളുടെയും ഭാവി ആലോചിച്ച് ഒരുപാട് ആൾക്കാർ, നല്ല മനസ്സുള്ള ആൾക്കാർ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് രേണു കാരണം. നമ്മളെ സഹായിക്കാൻ ഓടിയെത്തിയവരെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും അവരെ ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ ഒരു കാരണവശാലും അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് അവരെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുത്. അങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. ഇപ്പൊ രേണു ആ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണു എന്തു ഭാവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ ഒരു പ്രശസ്തിയിൽ മതിമറന്ന് അന്നൊപ്പം നിന്നവരെയും സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും ഒക്കെ രേണു തള്ളിപ്പറയുവാണ്, അപമാനിക്കുകയാണ്. തള്ളിപ്പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും പോട്ട്, അങ്ങ് വന്ന് നിന്നങ്ങ് അപമാനിക്കുകയാണ്. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശസ്തിയും പബ്ലിസിറ്റിയും എല്ലാം പോകുന്ന ഒരു സമയം വരും. എന്നും എക്കാലത്തും ഈ പ്രശസ്തി ഒരിക്കലും നിലനിൽക്കത്തില്ല. കുറച്ച് നാളത്തേന് മാത്രമാണ്. പ്രത്യേകിച്ച് രേണുവിനെ പോലെയുള്ളവരുടെയൊക്കെ പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മാത്രം ഉള്ളതാണ്. ആ പ്രശസ്തി പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഒപ്പം കൂടിയേക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കാതെ ആവും. കാരണം ഇപ്പോൾ ഒപ്പം കൂടിയേക്കുന്നവരൊക്കെ തന്നെ രേണുവിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒപ്പം കൂടിയേക്കുന്നതാണ്. അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടിയേക്കുന്നതാണ്. അന്ന് ആരും തിരിഞ്ഞു നോക്കത്തില്ല. അന്നും ചിലപ്പോൾ ഈ നല്ല മനസ്സുള്ള ആൾക്കാരായിരിക്കും രേണുവിന് വേണ്ടിയിട്ട് ഓടി വരുന്നത്. അന്ന് ഇത്തരം ആൾക്കാർ ഓടി വരണമെന്നുണ്ടെങ്കിൽ ആരെയും വെറുപ്പിക്കാതെ ഇരിക്കുക, അപമാനിക്കാതെ ഇരിക്കുക. ഞാൻ ആദ്യം കാണിച്ചേക്കുന്ന വീഡിയോ, ആ വീഡിയോയിലുള്ളത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇവർക്ക് 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് കൊടുത്തേക്കുന്നത്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ 2 മക്കളുടെ പേരിലാണ് അദ്ദേഹം ആ സ്ഥലം എഴുതി വെച്ചേക്കുന്നത്, ഋതപ്പന്റെയും കിച്ചുവിന്റെയും പേരിൽ. അപ്പൊ അവർക്ക് മാത്രമേ ആ സ്ഥലത്തിൽ അവകാശമുള്ളൂ. 7 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തര സ്ഥലമാണ്, നല്ല വില കിട്ടുന്ന സ്ഥലം. 4 ലക്ഷം രൂപ സെന്റിന്, 4 ലക്ഷം രൂപയോളം കിട്ടുന്ന സ്ഥലമാണ് അദ്ദേഹം ഇഷ്ടദാനമായിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പൊ അദ്ദേഹവും അതുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രേണു വന്ന് ആ ബിൽഡേഴ്സിനെ തള്ളി പറയുന്നത് നിങ്ങൾ കണ്ടതായിരിക്കും. KHDEC എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അവർക്ക് വീട് വെച്ച് കൊടുത്തത്. ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ അപമാനിച്ചു, അവരെ ടോട്ടലി വിഷമിപ്പിച്ച് അവരെയും കൊണ്ട് ഇനി ആർക്കും സഹായം ചെയ്യിക്കാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം അവരുടെ ക്രെഡിബിലിറ്റി മൊത്തം തകർക്കുന്ന രീതിയിലാണ് രേണു വന്ന് സംസാരിച്ചത്. അവർ കേസിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രേണുവിന് പണി കിട്ടും. അവർ കേസിന് പോത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പോയി കഴിഞ്ഞാൽ രേണുവിന് പണി കിട്ടും. കാരണം അവരെ നാണം കെടുത്തുകയാണ്, അപമാനിക്കുകയാണ്. ഇപ്പോൾ അതിനെതിരെയാണ് ഈ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം പ്രതികരിച്ചേക്കുന്നത്. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബിഷപ്പിനെ പോലുള്ളവരും അല്ലെങ്കിൽ KHDC സംഘടന പോലുള്ളവരെയും പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാകുന്നില്ല. എന്നെ അപമാനിച്ചത് ഞാൻ പറയത്തില്ല, പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അത് വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പറയട്ടെ, ഞാനൊരു വീട് ഒരാളെ അവരിപ്പോൾ KHDC കൊണ്ട് ഞാൻ എൻ്റെ കെയർ ഓഫ് ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു. ഇതിവിടെ ചോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരത്തില്ലേ? ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDCക്ക് ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ? ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം രേണു സുധി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ അത് ഫിറോസിനെ പേഴ്സണലി സംസാരിക്കണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രേണു സുധി എന്നുള്ളത്. റീസെന്റ് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഫിറോസ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫിറോസിനെ അവർക്ക് പരിചയമില്ല, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളില്ല, കാര്യങ്ങളില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം അവർ ഓർക്കുന്നത് അവരുടെ ഫാദർ സംസാരിക്കുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് അവർ ഫാദറുമായിട്ടായിരുന്നത് പറഞ്ഞത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഒരു ബിൽഡറിന്റെ ബിൽഡിംഗ് പണിത് ചോരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര തീവ്രമായ ഒരു ആരോപണം. എന്ത് ചെയ്യാനാന്ന് പറ. കൈ കിട്ടിയേക്കുന്നതിന്റെ മഹത്വം തിരിച്ചറിയാൻ ആ സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും കഴിവില്ല. അത്രയ്ക്ക് ബോധമേ അവർക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ട് അതിനെ മുറുക്കി പിടിച്ച് നല്ല രീതിയിൽ ജീവിക്കാം. രേണു ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അവർക്ക് പബ്ലിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തോട്ടെ, അവർ ആൽബത്തിൽ അഭിനയിച്ചോട്ടെ, മോഡൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ആൾക്കാരെ വന്ന് നിന്ന് വെറുപ്പിക്കാതെ ഇരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ ഓവർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. രേണു പലപ്പോഴും വന്ന് വെറുപ്പിക്കുകയാണ്.
അങ്ങ് ആൾക്കാരെ അങ്ങ് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കും, തള്ളി പറയുന്ന രീതിയിൽ സംസാരിക്കും. ആരോടും രേണുവിന് ഒരു താല്പര്യവും ഇല്ല, ബഹുമാനവും ഇല്ല, ഒരു ഇഷ്ടവും ഇല്ല. എല്ലാവരോടും ഒരു അവജ്ഞ എന്നുള്ള രീതിയിലാണ് രേണു പലപ്പോഴും ഇപ്പൊ സംസാരിക്കുന്നത്. മറ്റുള്ളവരോട് അവജ്ഞ കാണിച്ചോട്ടെ, രേണുവിനെ വിമർശിക്കുന്നവരോട് രേണു അവജ്ഞ കാണിച്ചോട്ടെ, പക്ഷേ രേണുവിനെ സഹായിച്ചവരോട് എന്തിനാണ് രേണു അവജ്ഞ കാണിക്കുന്നത്? ഇദ്ദേഹത്തെ കുറേ തവണ ആൾക്കാർ ക്രൂശിച്ചിട്ടുണ്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട്. രേണുവിനെയും കുടുംബത്തെയും വെച്ചിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സ്ഥലം കൊടുത്തത് എന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പോലും തുറന്നു പറയാൻ രേണുവിനെയും കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നല്ല മനസ്സോട് കൂടിയിട്ട് ഇവരെ സഹായിക്കാൻ ഓടിയെത്തിയവരാണ്, അവരെ ഇപ്പൊ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലവും നമ്മളായിരിക്കും അനുഭവിക്കുന്നത്. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കർമ്മ എന്ന് പറയുന്ന സാധനം റിയൽ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ചെയ്തത് എന്തും ആയിക്കോട്ടെ, നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് നല്ലതായിട്ട് തിരിച്ചു വരും, ചീത്തയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ചീത്തയായിട്ട് തിരിച്ചു വരും. നമ്മളെ സഹായിച്ചവരുടെ മനസ്സ് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് വിഷമിപ്പിക്കും. അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ചില സമയത്ത് കുറച്ച് കാലതാമസം എടുക്കുമെന്ന് മാത്രം. എന്തുവായാലും ഇവിടെ വന്നേ കൂലിയുള്ളൂ, താഴെ നിന്നേ കൂലിയുള്ളൂ, താണ നിലത്തെ നീരോടൂ എന്ന് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. അത് ഭയങ്കരമായിട്ട് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ്. എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തീരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട്. കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല, അവരോട് ആർക്കും എനിക്ക് എല്ലാ കലാകാരന്മാരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും, സമയം കിട്ടാറില്ല. പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി അത് നിങ്ങൾ എടുത്തു പറയണം. രേണുസുതി എന്നല്ല, ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ്, അത് ഞാൻ പുള്ളിക്കാരത്തിൻ്റെ പേര് ഒരിക്കലും പറയത്തില്ല, രേണുസുതി എന്നൊരു പേര് ഞാൻ പറയുന്നില്ല. ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി, എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ മൂത്ത മകനുണ്ട്, അദ്ദേഹം ഒരിക്കൽ പോലും ഇപ്പൊ ബിഷപ്പിനെയോ അതല്ലെങ്കിൽ ഫിറോസിനെയോ അങ്ങനെ HDസിനെ ഫ്ലവേഴ്സിനെ ഒരിക്കലും കൊള്ളാം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് രേണുവിനോട് നന്ദിയുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് മൊത്തം രേണുവിനോട് നന്ദിയുണ്ട്. കാരണം രേണു സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. രേണു ഈ പറഞ്ഞതൊക്കെ കാരണം, രേണുവിൻ്റെ ഈ പ്രവൃത്തി കാരണം ഇനിയും സഹായിക്കാൻ ഇരുന്നവരെ പോലും ഇവർ സഹായിക്കത്തില്ല. ഈ രണ്ടുപേരും ഇനി ആരെ സഹായിക്കത്തില്ല. കാരണം അത്രയ്ക്ക് മാനസിക വിഷമം ഇവർ അനുഭവിച്ചു കഴിഞ്ഞു. ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി ആരെങ്കിലും വാങ്ങിക്കുമോ? ഒരു കാരണവശാലും വാങ്ങിക്കത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് കാശും പോയി, അവർ അപമാനിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അപമാനിക്കപ്പെടുന്ന ഒരു കാര്യത്തിന് ഇനി അവർ നിൽക്കത്തില്ല. KHDC എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞങ്ങൾ ആരെ സഹായിക്കുന്നില്ല. അദ്ദേഹം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഇദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ ആരെ സഹായിക്കത്തില്ലെന്ന്. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന് അത്രയും മാനസിക വിഷമം ഉണ്ടായി കാണും, അദ്ദേഹത്തിന് അത്രയും വിഷമം ഉണ്ടായി കാണും. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത്രയും നല്ല മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നത്. അവരുടെ ഭാവി രക്ഷപ്പെട്ടോട്ടെ, അവർ നന്നായിട്ട് ജീവിക്കട്ടെ, ആ ഒരു പ്രതീക്ഷയിലാണ് സഹായിക്കുന്നത്. എന്നിട്ട് ഈ സഹായിച്ച ആൾക്കാർ തന്നെ ഈ സഹായിച്ചവരുടെ കയ്യിൽ കയറി കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് വിഷമം വരും, വേദന വരും. രേണുവിന് ആ വിഷമം മനസ്സിലാവണമെന്നില്ല. കാരണം രേണു ഇപ്പൊ അഹങ്കരിച്ച് നിൽക്കുകയാണ്. അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവത്തിലാണ് രേണു. ആ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ആരെയും വെറുപ്പിക്കാതെ ഇരിക്കുക, ആരെയും വിഷമിപ്പിക്കാതെ ഇരിക്കുക. ഏതായാലും കിച്ചുവിനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. കാരണം കിച്ചുവിൻ്റെ ആ ഒരു ബ്ലോഗ് കാരണമാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത്. രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് കിച്ചുവിൻ്റെ ആ ഒരു ബ്ലോഗ് കാരണമാണ്. ആ വീടിൻ്റെ അവസ്ഥയും രേണുവിനെയും കൊണ്ട് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയിപ്പിച്ചതും ആ ബ്ലോഗ് കാരണമാണ്. അത് കിച്ചു മനഃപൂർവ്വമാണോ ഇട്ടേ, അറിയാതെയാണോ ഇട്ടേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് മനഃപൂർവ്വം ഇട്ടത് തന്നെയാണെന്നാണ്. കാരണം കിച്ചു ഇതുവരെ വന്ന് അതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷനും തന്നില്ല. കിച്ചുവിൻ്റെ ചാനലിൽ ഇപ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായി. ഏതായാലും ആ ഒരു വ്ലോഗ് കാരണം കിച്ചുവിനും നല്ല ഒരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അവൻ്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് വളരട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് സാധിക്കട്ടെ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രേണുവിനെ പോലെ ഒരിക്കലും ആവാതെ ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും ആ വ്ലോഗ് ഇട്ടത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ആ വ്ലോഗ് ഇട്ടത് കൊണ്ട് യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ പറ്റി. രേണുവിനെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 100K സെലിബ്രേഷൻ്റെ ഒരു ലൈവ് കിച്ചു വന്നിരുന്നു.
ആ ലൈവിൽ പോലും കിച്ചു ഒരു എക്സ്പ്ലനേഷൻ തന്നില്ല. വേണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ, അറിയാതെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കിച്ചു ഉറപ്പായിട്ടും എക്സ്പ്ലനേഷൻ തന്നേനെ. പക്ഷെ ഇതുവരെയും എക്സ്പ്ലനേഷൻ ഒന്നും തരാത്ത സ്ഥിതിക്ക് മനഃപൂർവ്വമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരിട്ട് പറയാൻ പറ്റാത്തത് വ്ളോഗിലൂടെ ആ കുട്ടി കാണിച്ചു തന്നു. അതാണ് യാഥാർത്ഥ്യം. അവന് പോലും ആ ഒരു വീട്ടിൽ സ്ഥാനമില്ല. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ആ കുട്ടികളുടെ പേരിലാണ് ആ സ്ഥലം എഴുതി വെച്ചേക്കുന്നത്. ആ വീടും ആ കുട്ടികളുടെ പേരിലാണ്. അതായത് ഏകദേശം ആ വീടിനും സ്ഥലത്തിനും കൂടി 50 ലക്ഷം രൂപയോളം ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അതിന് വില കിട്ടും, വീടിനും സ്ഥലത്തിനും. അപ്പൊ ഈ 50 ലക്ഷം രൂപയും ആർക്ക് അവകാശപ്പെട്ടതാണ്? കിച്ചുവിനും ഋതപ്പനും അവകാശപ്പെട്ടതാണ്. അപ്പം അത്രയും അവകാശം ആ കുട്ടിക്ക് ആ വീട്ടിലുണ്ടായിട്ട് പോലും അവൻ ആ വീട്ടിലേക്ക് സ്വതന്ത്രമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല. അവന്റെ മുറി പോലും ഇല്ല. പണ്ട് രേണു പറയുമായിരുന്നു, കിച്ചുവിന്റെ മുറി അവിടെ തന്നെ ഉണ്ട്, കിച്ചുവിന് മാത്രമുള്ള മുറിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തിയ മുറി? ആ മുറി പോലും ഇല്ല. ആ മുറി പോലും ആൾക്കാർ കൈയടക്കി. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ആ കുട്ടിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. അതിനെതിരെ കിച്ചു നടത്തിയൊരു പ്രതിഷേധമാണ് ആ ബ്ലോഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കിച്ചു തന്നെ വന്ന് തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും വളരെ വൈകാതെ തന്നെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും വരുമായിരിക്കും. അപ്പം ഏതായാലും ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ നല്ല മനസ്സിന് പ്രത്യുപകാരം കിട്ടി, നല്ലതുപോലെ പ്രത്യുപകാരം കിട്ടി. ഇത്തരം പ്രത്യുപകാരം കിട്ടുമ്പോൾ പിന്നെ ആരെയെങ്കിലും സഹായിക്കാൻ ഇവർക്ക് തോന്നുമോ? ഒരിക്കലും തോന്നത്തില്ല. അവർക്ക് വിഷമം വരും, മാനസികമായിട്ട് വിഷമം വരും. അവരും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെയും ആൾക്കാർ ചോദ്യം ചെയ്യുവാണ്, എന്തിന് ഇവർക്ക് കൊടുത്തു ഇല്ലേ? ആ ചോദ്യം ചെയ്യലിന് മുമ്പിൽ ഇവർക്ക് ഉത്തരവില്ല. കാരണം ഇവർ നല്ല മനസ്സോട് കൂടിയിട്ട് സഹായിച്ചതാണ്. ഏതായാലും രേണു കാരണം ഇത്രയും ഉപകാരം സമൂഹത്തിന് കിട്ടി. ഇനിയെങ്കിലും രേണു കുറച്ചും കൂടി ഒരു കൺസിഡറേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകും, കുറച്ചൊരു കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് രേണുവിന് തരാനുള്ള ഒരേ ഒരു ഉപദേശം അതാണ്. നമ്മൾ ആരെയും ഉപദേശിക്കാനൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് രേണു അധികം അഹങ്കരിക്കാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രേണുവിന് കൊള്ളാം.